നമ്മുടെ ശരീരത്തിൽ നോർമൽ വൈറ്റമിൻ ഡി ലെവൽ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 30 to 100 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 30-ൽ കുറവാണെങ്കിൽ അത് ഇൻസഫിഷ്യൻ്റ് ആണ്. 20-ൽ കുറവാണെങ്കിൽ അത് ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഡോക്ടേഴ്സ് മിക്കവാറും ഒരു വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ സാധാരണയായി കൊടുക്കുന്ന വൈറ്റമിൻ ഡി ഡോസേജ് എങ്ങനെയായിരിക്കും? യൂഷ്വലി 60K ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ ഒരു ക്യാപ്സ്യൂൾ, അത് വൺസ് വീക്ക്ലി ഫോർ 8 വീക്സ്, ഇതാണ് ബൂസ്റ്റർ ഡോസായി സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരും ഈ ഒരു ഡോസ് കഴിയുമ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും ഡെഫിഷ്യൻ്റ് ആവും. അതുകൊണ്ട് വൈറ്റമിൻ ഡി പെട്ടെന്ന് കംപ്ലീറ്റായി സ്റ്റോപ്പ് ചെയ്യാതെ ഒരു മെയിൻ്റനൻസ് ഡോസ്, അതായത് മന്ത്ലി 60K ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡെയിലി 2000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ്, ഇതൊരു 3 മാസമെങ്കിലും കഴിക്കണം. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആണ്. അതുകൊണ്ട് ഫാറ്റ് റിച്ച് ഫുഡ്സിൻ്റെ കൂടെ കഴിച്ചാൽ അതിൻ്റെ അബ്സോർപ്ഷൻ ബെറ്റർ ആയിരിക്കും. ഡെയിലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞ ഉടനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം. അപ്പോൾ ഇതിൻ്റെ കൂടെ സൺലൈറ്റ് എക്സ്പോഷറും വൈറ്റമിൻ ഡി റിച്ച് ഫുഡ്സും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ ഏതൊക്കെയാണ് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ്സ്, സൺലൈറ്റ് എക്സ്പോഷർ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും ഒന്ന് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.